സ്വന്തമായി ഒരു ആനയെ വാങ്ങണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഒടുവിൽ മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ആനയെ നിർമ്മിച്ച് സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുകയാണ് പ്രവാസി കൂടിയായിരുന്ന കോട്ടയം പിണ്ണാക്കനാട് സ്വദേശി ജോഷി പുരിയത്ത്. ഇതിലെടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് ശില്പനിർമ്മാണ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇത്തരത്തിൽ അതിമനോഹരമായ ഒരു ആനയുടെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ജോഷി ചേട്ടാ, ഈ ആനയോട് ഇത്ര വലിയൊരു കമ്പം ഉണ്ടായിരുന്നോ? ആനയോട് എനിക്ക് നേരത്തെ തുടങ്ങി ഇഷ്ടമാണ്. ആനയെ ചെറുപ്പത്തിലൊക്കെ ആന പറമ്പിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ പറമ്പിൽ കിട്ടുമ്പോൾ ഞാൻ പോയി കാണാറുണ്ടായിരുന്നു. ആനയോട് പൊതുവെ താല്പര്യമുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു ആന ഉള്ളത് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടും നടന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആനയെ തീറ്റിപ്പറ്റി കൊണ്ട് നടക്കുക അത്ര എളുപ്പമല്ല, കാര്യമല്ല. അപ്പം വീട്ടുമുറ്റത്ത് ഒരു ആന നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പഴയ കാരണന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊന്ന് നിർമ്മിക്കാം ഒന്ന് ശ്രമിച്ച് നോക്കി. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ അതിലേക്ക് ചോദിച്ചോട്ടെ, താങ്കളുടെ പ്രൊഫഷൻ എന്തായിരുന്നു? ഏത് മേഖല? പ്രവാസിയായിരുന്നു? അവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ഞാൻ പ്രവാസിയാണ്. ഞാനൊരു 10-20 വർഷമായിട്ട് വെളിയിൽ കൂടെ പല ജോലിയും ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കമ്പനി സൂപ്പർവൈസറായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ലായിരുന്നു, സപ്ലൈ ലോജിസ്റ്റിക് മേഖലയിലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ഈ കൺസ്ട്രക്ഷനായിട്ട് എനിക്ക് ചെറുപ്പം തുടങ്ങി നമ്മൾ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിചയമേ ഉള്ളൂ. അല്ലാതെ ഈ മേഖലയുമായി ഒരു ബന്ധവും ഇല്ല. ഈ മേഖലയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. വെൽഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മേസ്തിരി പണിയായിട്ടോ അങ്ങനെ ബന്ധമൊന്നുമില്ല. സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കി ചെയ്യുന്നതല്ലാതെ എനിക്ക് ആ ജോലി അതല്ല എൻ്റെ. ഇതൊരു ആഗ്രഹം തോന്നി, സ്വന്തമായി വീട്ടുമുറ്റത്തൊരു ആനയെ നിർമ്മിക്കാം എന്നൊരു ആഗ്രഹം, ആശയം തോന്നുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? ഞാനത് ഇങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് അവതരിപ്പിച്ചു. അന്നേരം ആർക്കും അത്ര ശരിയാവുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ആർക്കും അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെ അതെനിക്ക് പ്രവാസി റിട്ടേൺ ആണല്ലോ, അപ്പോൾ എനിക്ക് കുറേ സമയം ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. അത് അങ്ങനെ ഞാൻ ഒന്ന് ആന ഉണ്ടാക്കാം, അപ്പം അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് അത് GI സ്ക്വയർ പൈപ്പിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വാർക്കക്കമ്പി 4mm 6mm ഒക്കെ വാർക്കക്കമ്പി വളച്ച് വെച്ച് വെൽഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മെഷ് അടിച്ച് അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചതാണ് ഇത്. ഇതിലെ താങ്കളല്ലാതെ മറ്റാരെങ്കിലും ഇതിൽ സഹായിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരുമില്ല, ഒരഭിപ്രായത്തിന് പോലും ആളില്ല ഇവിടെ. കൂടാതെ ഒരു ഹെൽപ്പറായിട്ട് ഞാൻ ആരെയും വെച്ചുമില്ല. കാരണം എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ പണിതുകൊണ്ടിരുന്നത്. വെൽഡിങ്ങിനാണേലും സിമെൻറ്റ് കുഴക്കാനാണേലും സിമെൻറ്റ് എടുത്തുകൊണ്ടും തരാനാണേലും അല്ലെങ്കിൽ ഇത് തേച്ച് പിടിപ്പിക്കാനോ ഒന്നും ആരുമില്ലായിരുന്നു. ഈ വെൽഡിംഗ് ഒക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? വെൽഡിങ് ഞാൻ വെൽഡിങ് മെഷീൻ മേടിച്ച് വെച്ചിട്ട് തന്നെ പഠിക്കുകയെന്ന് വെച്ചാൽ 2-3-4 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ വീട് വെച്ചത്. ആ സമയത്ത് എനിക്ക് വാതിലും ജനലും ഒക്കെ സ്റ്റീലിലാണ് നിർമ്മിച്ചത്. അപ്പോൾ ആ ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഗ്രില്ലുണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെൽഡിങ് മെഷീൻ മേടിച്ച് ഞാൻ വെൽഡ് ചെയ്തത്. ആദ്യം നിന്നൊക്കെ കത്തിപ്പോയി കുറേ, എന്നിട്ട് അത് തന്നെ പഠിച്ചതാണ്. അങ്ങനെയാണ് വെൽഡിങ്ങിലോട്ട് മാറിയത്. വെൽഡിങ് മാറിയതല്ല, വെൽഡിങ് അത്യാവശ്യം വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യാറായി ഇപ്പം. അപ്പോൾ സ്വന്തമായുള്ള വെൽഡിംഗ് മെഷീനിലാണ് സ്വന്തമായി തന്നെ ഇതിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ നിർമ്മിച്ചെടുക്കുന്നത്? അതെ, സ്വന്തമായിട്ട് തന്നെയാണ്. ആരെയും ഹെൽപ്പിന് പോലും ഒരു കമ്പിയെ ഒന്ന് പിടിക്കാൻ പോലും ആളില്ലായിരുന്നു. കാരണം നമുക്കൊരു ഹെൽപ്പറെ വിളിച്ചാൽ ഒരു ദിവസം നല്ല പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കൂർ നമുക്ക് പണിയാനും പറ്റിയല്ല. ഉച്ചവരെ പണിയാം, ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാണ് ഇവിടെ. അതുകൊണ്ട് ആരെയും ഹെൽപ്പിന് പോലും ഇല്ല, അത് തന്നെ വെൽഡ് ചെയ്ത്. ഈ സഹായത്തിന് വീട്ടിൽ പോലെ ഒരാളില്ല? അതെ, അത് ശരിയാണ്. വീട്ടില് ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ. വിദേശത്താണല്ലോ എല്ലാവരും. പിള്ളേർ പഠിക്കാൻ കാനഡയിലാണ്, വൈഫും വിദേശത്താണ്, ഞാനും വിദേശത്തായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. വൈഫ് വരുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ സഹായത്തിനും വീട്ടിലും ആളില്ല. അപ്പോൾ എത്ര ദിവസം എടുത്തു ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാനൊക്കെ? എത്ര ദിവസം എടുത്തു? നിർമ്മാണം ഏതാണ്ട് 3 മാസം എടുത്ത് പൂർത്തീകരിക്കാൻ. 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. കാരണം എല്ലാ ദിവസവും പറ്റിയില്ല. എനിക്ക് പേരൻസ് ഉണ്ട്, ഇച്ചിരി മാറി ഉണ്ട് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഇടയ്ക്ക് അവർക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ തന്നെ പോകാനുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് പണി നടക്കുകയല്ല എല്ലാ ദിവസവും. പിന്നെ പണി ദിവസം ഉച്ച വരെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്ക് കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ പണിയാൻ പറ്റുള്ളൂ, വെയിലിൻ്റെ ചൂട് കൂടുതൽ കാരണം. ഒരു ടൈം പാസിനും കൂടി വേണ്ടി ചെയ്തതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ടൈം പാസ് എന്ന് വെച്ചാൽ. എനിക്ക് ഫ്രീ ടൈം ഉണ്ട്. പിന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് സമയമുണ്ടല്ലോ. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് നല്ല തടിയുണ്ട്, അപ്പോൾ ചുമ്മാ ഇരിക്കാൻ പറ്റിയല്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ടൈം പാസ് കൂടെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കും, പിന്നെ അതിൻ്റെ പുറത്ത് സിമെൻറ്റ് വെച്ച് ചെയ്തെടുത്തേക്കുവാണല്ലേ? സ്ട്രക്ചർ ഉണ്ടാക്കി കമ്പി വളച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ മുന്നേ. അതിന് മുകളിൽ നെറ്റടിച്ചു.
മേശടിച്ചിട്ട് അതിന് മുകളിൽ കൂടെ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് ആണ് ഇത് ചെയ്തേക്കുന്നത്. സിമെൻറ്റ് പല ആവർത്തി തേക്കണം, അല്ല ഒരു ദിവസം കൊണ്ട് ഫുള്ള് തീർക്കാൻ പറ്റിയല്ല. അപ്പം പല ദിവസങ്ങളിലായിട്ട് ചെയ്ത് തീർത്തത്. ഇത് തുടക്കഘട്ടത്തിൽ താങ്കൾ ഇത് ആരംഭിച്ച സമയത്ത് ഇത് പെർഫെക്റ്റ് ആകുമോ എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഇത് കാണുമ്പോൾ അവരുടെ നിലപാട് എന്താണ്? ആക്ച്വലി ഇത് നേര് കണ്ടത് എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. പേരൻസ് കണ്ടു, പിന്നെ പിള്ളേർക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അവരിപ്പം വീഡിയോയിലും ഫോട്ടോയിൽ കൂടെ കണ്ട് അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. വൈഫ് ഇവിടെ 2 മാസം മുമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അല്ല, ഇത് തീർന്ന് 1 മാസമായുള്ളൂ. അപ്പോൾ അന്നേരം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ ഇതിൻ്റെ പൊക്കത്തിലേക്ക് കയറ്റി ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനും ഇതിൻ്റെ പൊക്കത്തിൽ കയറി ഇരുന്നു. അങ്ങനെ ആനപ്പുറത്തിരിക്കാന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചെന്ന് പറയാം. ഈ കാണുന്ന ആളുകളൊക്കെ എന്താണ് പറയുന്നത്? മറ്റാളുകളൊക്കെ എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ്. അതായത് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് ആർക്കും മനസ്സിലായില്ലോ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല ഇതൊക്കെ. ഇപ്പം ആൾക്കാരിങ്ങനെ പറയുമ്പോഴാണ് ഞാനും തന്നെ എനിക്ക് ഇത്രയും പറ്റിയല്ലോ. അത് ദൈവത്തിൻ്റെ ഒരു നന്ദി. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒന്ന് ആ തുമ്പിക്കൈയൊക്കെയാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ മടക്കുകളൊക്കെ വളരെ കൃത്യമായി ചെയ്തെടുത്തിരിക്കുന്നു. പെയിൻറ്റിങ്ങും താങ്കൾ തന്നെയല്ലേ ചെയ്തേക്കുന്നത്? ലേറ്റസ്റ്റ് പണി ഞാൻ തന്നെയാണ്. പെയിൻറ്റിങ് അതെ, ഈ ചങ്ങല മേടിച്ചിടാനോ അല്ലാതെ കെട്ടാനോ. പെയിൻറ്റിങ്ങിനൊക്കെ വെച്ചാൽ നമ്മുടെ ഒരു ഐഡിയ ഒക്കെ ചെയ്തതാണ്. പല ഫോട്ടോയും ഞാൻ കണ്ടു, വീഡിയോ ഒക്കെ നോക്കിയാ. പക്ഷെ പെയിൻറ്റിങ്ങിനെ പറ്റിയൊന്നും ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല ഒരിടത്തും. പിന്നെ എൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് തുമ്പിക്കൈയൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ചുളുകളൊക്കെ വരുത്താൻ നോക്കി മാക്സിമം. ബാക്കി ഒക്കെ ഒരുമാതിരിയൊക്കെ ഒത്തു. എനിക്ക് സാറ്റിസ്ഫാക്ഷനാണ്. ഇതിൻ്റെ ഈ കൺപീലി ഒക്കെ വളരെ പെർഫെക്ഷൻ ആണ്. അതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? അത് പ്ലാസ്റ്റിക് നാര്, ബ്രഷിൻ്റെ നാരുണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തതാണ്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുപോലെ തന്നെ വാലൊക്കെ അത്യാവശ്യം നല്ല പെർഫെക്ഷൻ ഉണ്ട്. വാല് എന്നാ ചെയ്യണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഒരു നൂൽക്കമ്പി എടുത്ത് നോക്കിയപ്പോൾ നൂൽക്കമ്പി തീരെ വണ്ണമില്ല. അപ്പം പിന്നെ ഇച്ചൂടെയും കട്ടിയുള്ള കമ്പി ഉണ്ട്, നൂൽക്കമ്പി പോലത്തെ തന്നെ ഇച്ചൂടെ കമ്പി. അത് വാർക്കുന്നതിന് മുമ്പ്, സിമെന്റ് ഇടുന്നതിന് മുമ്പ് അതിൽ കൂടെ കുത്തിക്കയറ്റി അങ്ങനെ ചെയ്തതാണ്. അതും കുഴപ്പമില്ല. ഇപ്പം കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. എന്താണെങ്കിലും ആ ആഗ്രഹം സഫലീകരിച്ചു. അതായത് ഒരു ആനക്കമ്പം ഉണ്ടായിരുന്നു, വീട്ടുമുറ്റത്ത് ഒരു ആന നിൽക്കണം, അതൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്തായാലും സഫലീകരിച്ചു. ശരിക്കും നല്ലൊരു കൊമ്പനാനെ തന്നെ നിർമ്മിക്കാൻ സാധിച്ചു. എല്ലാത്തിനും ദൈവത്തിനാണ് നന്ദി പറയാനുള്ളൂ. ആ ആനക്കമ്പം ഇപ്പോഴും ഉണ്ടോ? എപ്പോഴെങ്കിലും ഒരു ആനയെ വാങ്ങാൻ ഇനിയെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? വാങ്ങാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വാങ്ങുന്ന അത്ര നല്ലതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇല്ല, ജീവനുള്ളതിനെ ഇനി വാങ്ങിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം സഫലീകരിച്ച് ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടാം. അതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരുപാട് പേര് ഇതിലൂടെ പോകുന്നവരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. ആനയുടെ തുമ്പിക്കൈയിലൊക്കെ പിടിച്ച് നിൽക്കുക. എനിക്ക് നേരത്തെ പറ്റിയിട്ടില്ല, ഇതുവരെ ലൈവ് ആനയുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് മുന്നിൽ നിന്ന് കുറെ പേര് ഇപ്പം വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ. എന്തായാലും ഈ പൊരിയത്ത് വീട്, വീട്ടുപേര് അതാണ്. പൊരിയത്ത് വീടിന് ഒരു അലങ്കാരമായി വീട്ടുമുറ്റത്ത് ഇവന്റെ പേരെന്താണ്? മാർക്കോ. അതെ, ഞങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബമാണല്ലോ. അതുകൊണ്ട് സാധാരണ ആനയ്ക്ക് എല്ലാം ഹിന്ദു പേരാണ് ഇടാറ് എന്നാ പറയുന്നത്. ഞാൻ നോക്കിയില്ല. ഞങ്ങളിപ്പം പിള്ളേർ ഒക്കെ ആലോചിച്ചപ്പോൾ മാർക്കോ നല്ലൊരു പേരാന്ന് തോന്നി. ഇപ്പൊ സിനിമ അത് കഴിഞ്ഞാൽ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പേരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയത്. അങ്ങനെയാണ് മാർക്കോ ഇട്ടത്. ഈ പൊരിയത്ത് തറവാടിന്റെ മുറ്റത്തൊരു അലങ്കാരമായി മാർക്കോ ഉണ്ടാവും ഇനി. ഓഫ് കോഴ്സ്, അത് ഇനി മുന്നോട്ട് ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവില്ല, ഇത് എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് തരാവോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയതായതുകൊണ്ട് അതിനൊരു വിലയിടാൻ നമുക്ക് പറ്റിയല്ല. ഒരു അമൂല്യമായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ജോഷിച്ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ മാർക്കോ ആനയുടെയും വിശേഷങ്ങൾ. ഇദ്ദേഹം കോട്ടയം പിണ്ണാക്കനാട് സ്വദേശിയാണ്. വർഷങ്ങളായി പ്രവാസിയായിരുന്നു. ഇപ്പോൾ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച നാട്ടിൽ മടങ്ങിയെത്തിയതാണ്. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ആനകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ആനക്കമ്പം ഉണ്ടായിരുന്നു. ആനകളെ വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാലും ആനയെ വാങ്ങാൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിശ്രമ ജീവിതമാണ്, സമയം ഇഷ്ടം പോലെയുണ്ട്. ആ ഒരു അവസരത്തിലാണ് സ്വന്തമായി ഒരു ആനയെ നിർമ്മിച്ച് വീട്ടുമുറ്റത്ത് വെച്ചാലോ എന്നൊരു ആശയം തോന്നുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, സ്വന്തമായി ഒരു ആനയെ തന്നെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ആ ആന മാർക്കോ എന്നാണ് പേര്. ആന ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാരമായി ഒരു തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.